Good morning everyone. So ഇന്നൊരു Thursday ആണ്, April 2nd. ഞാൻ ഇന്ന് വർക്ക് പോയിട്ടില്ല. It's 8:48 at the moment. എനിക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുണ്ട്. 2 മണിക്കാണ് എക്സാം, പക്ഷേ ഐ തോട്ട് ഐ സ്റ്റേ ഹോം, പ്രിപ്പയർ ഫോർ ദ എക്സാം അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർക്ക് പോയിട്ടില്ല. അപ്പോൾ ഐ തോട്ട് ലെറ്റ് മീ ടേക്ക് എ വീഡിയോ. And also I'm 33 weeks and 3 days pregnant. അപ്പോൾ I thought I'll take a video, a day in my life 33 weeks pregnant എന്നുള്ളൊരു ചെറിയ വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, എനിക്ക് 33 വീക്സായി 3rd ട്രൈമസ്റ്ററിലാണ്, 8 months. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ലാസ്റ്റ് വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഈ 4 ദിവസങ്ങളിൽ രാത്രി ഒട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 10-10:30 കിടക്കുന്ന ആളാണ്. ഒരു 2 മണി 2:30 അല്ലെങ്കിൽ ഒരു 3-3:30 ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ എഴുന്നേക്കും. രാത്രി എഴുന്നേറ്റ് റെസ്റ്റ് റൂം യൂസ് ചെയ്ത് തിരിച്ചു വന്ന് കിടന്നു കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഉറക്കമില്ല. ഐ കാൺട്ട് സ്ലീപ്പ് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ എനിക്കൊരു ഉറക്കം വരുന്നത് ഒരു 5:30 സമയത്തൊക്കെയാണ്. പക്ഷെ 5:30 6 മണിയാകുമ്പോൾ അലാറം അടിക്കുമ്പോൾ എനിക്ക് എഴുന്നേക്കണം, വർക്ക് പോകണം, അങ്ങനെയൊക്കെ. പക്ഷേ ഈ വെൻസ്ഡേക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇന്നലെ എഴുന്നേറ്റു കറക്റ്റ് ആ 2 മണിക്കാണ് കേട്ടോ. ഇന്നും ഒരു 2 അല്ലെങ്കിൽ 3 ആ ഒരു ടൈമിന് ഇടയ്ക്കാണ് എഴുന്നേക്കുന്നു, റെസ്റ്റ് റൂം യൂസ് ചെയ്യുന്നു, തിരിച്ചു വന്ന് കിടക്കുന്നു, പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഫോൺ നോക്കാറില്ല സാധാരണ, പക്ഷെ നമ്മൾ കുറേ നേരമൊക്കെ ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ സമയം എത്രയായി എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ സമയം നോക്കുമ്പോൾ ഒക്കെ കാണുന്നത് ഒന്നെങ്കിൽ 2, 2:30, 3, 3:30 അങ്ങനെ ഒരു ടൈമായിരിക്കും. ഇന്നലെ കറക്റ്റ് 2 മണിയായിരുന്നു. എന്നിട്ട് അതിനിടയ്ക്ക് ഞാനിങ്ങനെ കുറേ നേരം കിടന്നു കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും, പിന്നെ ഫോൺ എടുത്ത് നോക്കും. അങ്ങനെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ അനാവശ്യമായ കാര്യങ്ങൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട്, അതായത് ഞാൻ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിൽ നടന്നതായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ വേറെ കുറേ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പയുടെ അമ്മയുടെയും വിസ റെഡിയായി, അവർക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു. അവരിനിയൊരു 3 to 4 വീക്സിൽ അവർ വരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതും 8 months ആയല്ലോ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, നടുവേദനയും പുറം വേദനയും പിന്നെ വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് ആകെപ്പാട് പ്രശ്നങ്ങളായിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും അപ്പയമ്മയും വരുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. ഞാനിങ്ങനെ ദിവസത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം അങ്ങ് അമ്മേനെയൊക്കെ കിച്ചണൊക്കെ അങ്ങ് ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ, ആ ഒരു പാമ്പറിങ് നമുക്ക് എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണല്ലോ അത്. എന്നാ വരുന്നത് അങ്ങനെ ദിവസം എണ്ണി ഇരിക്കുന്ന പോലെ. പക്ഷേ ലൈക്ക് ഐ സെഡ്, കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിന് ഞാൻ അങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നില്ല. കുറച്ച് സ്ട്രെസ്ഫുൾ ആവും അതിനെക്കുറിച്ച് ആലോചിച്ചാൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അതിനെക്കുറിച്ച് ഒത്തിരി അങ്ങ് ബോധർ ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും സോ ഇന്നത്തെ ദിവസം എക്സാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് 2 മണിക്കാണ് എക്സാം. അതിന് മുന്നേ നമ്മുടെ ഫ്രണ്ട്സായ ഡേവിഡിൻ്റെയും റേച്ചലിൻ്റെയും ബേബി ഷവറുണ്ട് ഈ വരുന്ന സാറ്റർഡേ. അപ്പോൾ നമ്മൾ ഓൾറെഡി അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാലും അത് കുറച്ചും കൂടി ഒന്ന് റാപ്പ് ചെയ്ത് ഒന്ന് നന്നായിട്ട് കൊടുക്കണമല്ലോ, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കുറച്ച് കടയിലൊക്കെ പോകാനാണ്, നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേസിക്കലി അതൊക്കെ ആയിരിക്കും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഹൊസാന വർക്ക് പോയി. അതുകൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഉറക്കമില്ലായിരുന്നു എന്തായാലും. അപ്പോൾ എന്നാലും എഴുന്നേറ്റ് കുറച്ച് ബ്രെഡും മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഇന്ന് ഞാൻ പോയി കഴിക്കട്ടെ. ഓക്കെ, എന്നിട്ട് വേണം കുളിച്ച് റെഡിയായി ചടപടയെന്ന് കാര്യങ്ങൾ ചെയ്യാമെന്ന്. ഓക്കെ, സോ വെൽക്കം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലോട്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് എഗ് ആൻഡ് ചീസ് ടോസ്റ്റ് ആണ്. പിന്നെ കുറച്ച് സ്ട്രോബെറീസ് ഓൺ ദ സൈഡ്, ഒരു കപ്പ് പാല്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുടിക്കും. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പുറത്ത് പോകുന്നതിന് മുന്നേ കുറച്ചൊന്ന് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോയാൽ തിരിച്ച് വന്നു കഴിയുമ്പോൾ എനിക്ക് കുക്കിംഗ് കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ. സോ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു കുറച്ച് നേരം. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ടൈം ഓൾമോസ്റ്റ് 10 മണിയാവാറായി. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ. ഞാനിങ്ങനെ ലാലാപാടി നടന്ന ഇന്നത്തെ പരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ട് നമുക്ക് വേഗം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ പറയുക, അപ്പയുടെ അമ്മയുടെ വിസയ്ക്ക് വെച്ചത് ഞാനൊരു ഫെബ്രുവരി 2nd വീക്കിലായിരുന്നു കേട്ടോ. ഞാനൊരു സാറ്റർഡേ ആണ് അവരുടെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ മെഡിക്കലിനുള്ള റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. എന്നിട്ട് ഞാനത് അവർക്ക് നാട്ടിലോട്ട് അയച്ചു കൊടുത്ത് നാട്ടിൽ ഞാൻ തന്നെയാണ് അവർക്ക് എന്നിട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ ബുക്ക് ചെയ്തത്. ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ ട്രിവാൻഡ്രം പോകണമെന്നില്ലല്ലോ. ഇപ്പോൾ എറണാകുളം പോയാൽ മതിയല്ലോ ഓസ്ട്രേലിയൻ മെഡിക്കൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ഉടനെ ഒരു സാറ്റർഡേ വിസ വെച്ചു. അടുത്ത സാറ്റർഡേ അവർ മെഡിക്കൽ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എക്സാക്ട് 3 വീക്സ്, കറക്റ്റ് 3 വീക്സ് കഴിഞ്ഞപ്പോൾ അവർക്ക് വിസ അടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ ലാസ്റ്റ് വീക്കാണ് ഞാൻ അവർക്ക് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഒരു 3-4 വീക്സ് വരെ കഴിയുമ്പോൾ അവർ വരും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത് സത്യം പറഞ്ഞ്. അയ്യോ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 3rd ട്രൈമസ്റ്റർ ആയതുകൊണ്ട് 8th മന്ത് ആയല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ നല്ലതായിട്ട് പുറം വേദനയും നടുവേദനയൊക്കെ വരുന്നുണ്ട്. ഒത്തിരി അങ്ങനെ നടക്കാനോ ഒരുപാട് നേരം നിന്ന് പണിയെടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മ വന്നാൽ അമ്മയ്ക്ക് അങ്ങ് ഏൽപ്പിക്കാമല്ലോ എല്ലാം. അമ്മേനെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥം ഗ്രഹവരണം എനിക്ക്. അവരുടെ ഫസ്റ്റ് ടൈം ആട്ടോ, അപ്പയുടെ അമ്മയുടെ ഫസ്റ്റ് ടൈമാണ് ഓസ്ട്രേലിയയിൽ. കാര്യം ഇതിന് മുന്നേ നമുക്കൊന്ന് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു ചാൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയില്ല. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല. നമ്മുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും പല പല സംഭവങ്ങളാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുക. അത് മാത്രമല്ല ഇവിടുത്തെ ചിലവെന്ന് പറയുന്നത് ഭയങ്കര ചിലവാണ്. ചിലപ്പോൾ വിചാരിക്കും ദൈവമേ നാട്ടിലെങ്ങാനും നിന്നാൽ മതിയായിരുന്നു എന്ന് തോന്നും. പക്ഷേ എന്തായാലും നമ്മളിവിടെ വന്നു. ഇനി ഇവിടെ ആയിരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തു. ഇപ്പോൾ വേറെ എന്തെന്നാ ചെയ്യാനുള്ളത്? വേഗം പോയി കുളിക്കണം. കുളിച്ച് റെഡിയായി വേണം നമുക്ക് കടയിൽ പോവാൻ. ഓക്കെ, ഗാർലിക് പേസ്റ്റ് ആട്ടോ. അരച്ച് വെച്ച് ബുദ്ധിമുട്ടാറില്ല. ഞാനിത് അരച്ച് വെച്ചത് വാങ്ങാറേ ഉള്ളൂ. അത്രയും ബുദ്ധിമുട്ടാണെന്ന് എന്നെ കൊണ്ട് വയ്യ. കടയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് കുക്ക് ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടെങ്കിലേ ഞാൻ ഇന്നത്തെ എക്സാമിന് മുന്നേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് വന്നിട്ട് 40 മിനിറ്റ്സേ ഉള്ളൂ എക്സാം. അപ്പോൾ 40 മിനിറ്റ്സ് എന്ന് പറഞ്ഞാലും അത് നമ്മളൊരു 5-10 മിനിറ്റ്സിൽ തീർത്താൽ നമുക്ക് പോരാ. എന്തായാലും അത്രയും സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് മസാല പരട്ടി വെച്ച് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വരാം. സമയം 10:15 സോ യെസ്, റെഡിയായിട്ട് വരാം. ഹായ്. സോ കുളിച്ച് റെഡിയായി, ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോൾ നമ്മൾ ബെൽക്കോൺ വെസ്റ്റ് ഫീൽഡ്സിലോട്ടൊന്ന് പോവുകയാണ്. അവിടെ പോയി കുറച്ച് ചെറിയ ഷോപ്പിങ്ങേ ഉള്ളൂ. അധികം സാധനങ്ങളൊന്നും ഞാൻ വാങ്ങുന്നില്ല, എനിക്ക് അതിനുള്ള ടൈമില്ല. ഇപ്പോൾ കറക്റ്റ് 11 o'clock ആയി. നമുക്ക് വേഗം പോയിട്ട് തിരിച്ചു വരണം. ഞാൻ അവിടെ ചെന്നിട്ട് നോക്കും എൻ്റെ സമയവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. അതിനനുസരിച്ചാണ് ഇവിടെ വന്നിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ ഓക്കെ, ലെറ്റ്സ് ഗോ. Here you go. Hi. Going down. സോ ഇത് ഞാൻ ഷീനിൽ നിന്നും വാങ്ങിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റേണിറ്റി പാൻസ് ആണ്. ഞാൻ ആകെ 2 മെറ്റേണിറ്റി പാൻറ് ഇതുവരെ വാങ്ങിയിട്ടുള്ളൂ. അതെന്നെ ഇത്രയും നാൾ ഓടിക്കുന്നുണ്ട് എന്തായാലും. സോ യാ, സോ ഞാനിവിടെ Kmartൽ കിഡ്സിൻ്റെ സെക്ഷനിലാണ് ഉള്ളത്. ബേബി സെക്ഷനിൽ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബേബി ഷവറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഇവിടുന്ന് ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതവർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. സമയം 12:20 എനിക്കൊരു 1:15 ഇവിടുന്ന് ഇറങ്ങണം. 2 മണിക്കാണ് എക്സാമെങ്കിലും ഒരു 10 മിനിറ്റ് മുന്നേ അവിടെ എത്തണമെന്നുണ്ട് കേട്ടോ. സോ ഞാനിപ്പം വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമ്മുടെ സ്പെയർ റൂമിലാണ് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുറേ സാധനങ്ങൾ അൺബോക്സ് ചെയ്യാനായിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ അൺബോക്സിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ എപ്പോഴാണോ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മുടെ ബേബിയുടെ സാധനങ്ങളെല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. ബാസിനെറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെയാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അതും വെക്കാം. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഫുള്ള് സാധനങ്ങളാണ്. ഇതിനകത്ത് ഉണ്ടോ, ഫുള്ള് ബേബി പ്രോഡക്റ്റ്സ് ആണ് ഇതിനകത്തുള്ളതെല്ലാം. റൂമാണ് നമ്മൾ അപ്പയ്ക്കും അമ്മയ്ക്കും കൊടുക്കാനിരിക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് വേണ്ടി നമ്മൾ വാങ്ങിയ ബെഡ് ഫ്രെയിമാണ്. അതെല്ലാം ഇനി ചെയ്യാനുണ്ട്. ഇതെല്ലാം സാധനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യണം. ഹസാനയുടെ DJ സെറ്റും കമ്പ്യൂട്ടറും എല്ലാം ആണ്. അതെല്ലാം ഇനി ഓർഗനൈസ് ചെയ്ത് ഈ റൂം നമ്മൾ സെറ്റാക്കി എടുക്കാനുണ്ട്. എന്തായാലും തൽക്കാലത്തേക്ക് ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് വേറെ ഒരു ദിവസത്തേക്കുള്ള പണിയാണ്. എന്നിട്ടേ എന്തായാലും കുക്കിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ അപ്പോയിൻമെൻറ്റ് എക്സാമിന് പോയതിന് ശേഷം ഒരു ചെറിയ അപ്പോയിൻമെൻറ്റ് അവിടെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെറ്റേണിറ്റി ലീവിനെ കുറിച്ചും പാരൻ്റ് ലീവിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം വരാൻ. വന്നിട്ട് കുറച്ചും കൂടെ ഗ്രോസറീസ് സാധനങ്ങൾ വാങ്ങാനുണ്ട്. തക്കാളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതും കൂടെ വാങ്ങിയിട്ട് വേണം വന്ന് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾ ഗുഡ്. ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ, എനിക്ക് വിശക്കുന്നുണ്ട്. ചോക്ലേറ്റ് സ്മൂതി വാങ്ങിച്ചു. ഇന്നെന്താണ് കുറച്ച് ചൂടുള്ളൊരു ദിവസമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ചോക്ലേറ്റ് സ്മൂതി ജൂലി എന്ന് പറയുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഫസ്റ്റ് ടൈമാണ് അവിടെ നിന്ന് ഞാൻ വാങ്ങുന്നത്. കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടി സമയമുള്ളതുകൊണ്ട് ഞാൻ ഓർത്തു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി നമുക്ക് അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാമിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2 minutes വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ഞാനിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ അവിടേക്ക് പോവുകയാണ്. വിഷ് മീ ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. എക്സാം അടിപൊളിയായിരുന്നു. ഫുൾ ക്ലിയറായി. 100% സ്കോർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് താഴെ ഗ്രോസറി സ്റ്റോറിൽ കയറി, വൂളീസിൽ കയറിയിട്ട് കുറച്ച് എന്താ പറയുക, ടൊമാറ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയതേ. ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. എനിക്കാണെങ്കിൽ ഭയങ്കര ദാഹമാണോ എന്തൊക്കെയോ ഫീൽ ആവുന്നുണ്ട്. എനിവേ കുറച്ച് വെള്ളം കുടിക്കട്ടെ ആദ്യം. അത് കഴിഞ്ഞ് നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്നും ഒന്ന് മാറ്റിയെടുക്കണം. നല്ല അടിപൊളിയായിട്ട് തിക്ക് ഗ്രേവിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 5:30 ആയപ്പോഴത്തേക്കും ഹൊസാനയും വന്നു. അങ്ങനെ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഡിന്നറിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്തായിരിക്കും. ഓരോരുത്തർ അവരവന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കും. ഹൊസാന കുറച്ച് പാട്ട് മിക്സിങ്ങും ഡൗൺലോഡും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ പുള്ളിയുടെ ലോകത്താണ്. ഞാൻ എൻ്റേതായ ലോകത്തായിരിക്കും. കുറച്ച് സ്ട്രെച്ചിങ്ങും എക്സസൈസും ഒക്കെ ചെയ്ത് അങ്ങനെ നടക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, വണക്കം.